നിനക്കിത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിയാ പോരേടി. നല്ല ഓഫർ ഉണ്ടല്ലോ ഈ ആഴ്ച. അതിന് എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഒന്നും ഇല്ലടി. കാർഡ് ഉണ്ടെങ്കിലേ ഓഫർ ഒക്കെ കിട്ടിടടി. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന രണ്ട് സാഹചര്യങ്ങൾ ഏതാണെന്നറിയാമോ? അതിലൊന്ന് ഇപ്പോഴത്തെ സാഹചര്യം, അതായത് ഓൺലൈനിൽ സെയിൽ നടക്കുന്ന സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോരോ പ്ലാറ്റ്ഫോമുകാരും ഏതെങ്കിലുമൊക്കെ ബാങ്കുകളായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലാണ് ശരിക്കും കുറച്ച് ഓഫറെങ്കിലും നമുക്ക് തരിക. മറ്റൊന്ന്, എയർപോർട്ടിൽ പോകുമ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ടാക്സ് കിട്ടിയാൽ അത് കൊള്ളാം, അതിന് പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് തോന്നും. ഇങ്ങനെ രണ്ട് സാഹചര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് കടം വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും ആരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇടണം. അപ്പോൾ അത്തരത്തിൽ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നതും അതുപോലെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു 5 കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ 5 കാർഡുകളും ഒരൊറ്റ ബാങ്കിൻ്റേതാണ്, അതായത് നമ്മുടെ SBIയുടെ. അപ്പോൾ ആ SBIയുടെ 5 കാർഡുകൾ നമുക്കൊന്ന് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ 5 ക്രെഡിറ്റ് കാർഡിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓരോന്നായിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓൺലൈൻ സ്പെൻഡിങ്ങിന് ഏറ്റവും നല്ലൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. ആ പേര് പോലെ തന്നെ നല്ലൊരു രീതിയിൽ ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. ഇതിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് അത് ഓൺലൈൻ സ്പെൻഡിങ്ങിന് തരുന്നുണ്ട്. അത് പരമാവധി ഓൺലൈൻ സ്പെൻഡിങ്ങും ഓഫ്ലൈൻ സ്പെൻഡിങ്ങും കൂടി ഒരു മാസത്തിൽ 5000 രൂപ വരെയാണ് ക്യാഷ് ബാക്ക് തരിക. നമുക്ക് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് 1% ക്യാഷ് ബാക്ക് വരുന്നത്. അത് തീരെ കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ സ്പെൻഡിങ് നല്ലൊരു കാർഡാണിത്. അപ്പോൾ ഒരു വർഷത്തിൽ നല്ലൊരു രീതിയിൽ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 60000 രൂപ വരെ ഇവിടെ ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. കാര്യമായിട്ടുള്ള വേറെ ഓഫറുകളൊന്നും ഇതിലില്ല. ഇതിൽ ക്യാഷ് ബാക്കാണ് മെയിൻ. പിന്നെ 1% നമ്മുടെ ഫ്യൂൽ സർചാർജ് വേവർ ഇതിലുണ്ട്. നമുക്ക് ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകൾ 3 വരെ സൗജന്യമായിട്ട് വേണമെങ്കിൽ ലഭിക്കും. പിന്നെ ഇത് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡല്ല. ഇതിന് 999 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ജോയിനിങ് ഫീ ഉണ്ട്. ഈ ഒരു ജോയിനിങ് ഫീ നിങ്ങൾക്ക് തിരികെ കിട്ടാനും മാർഗ്ഗമുണ്ട്. ഒരു വർഷത്തിൽ നിങ്ങൾ 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. നിങ്ങൾ അടച്ച ജോയിനിങ് ഫീ നിങ്ങൾക്ക് ഇവർ തിരികെ തരും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു കാർഡാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ നല്ല ഓൺലൈൻ പർച്ചേസ് ഉണ്ടെങ്കിൽ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 720 സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. തുടരെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യേണ്ട. ഏകദേശം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 3-4 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ 21 വയസ്സെങ്കിലും ഉള്ളവർ മാത്രം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്താൽ മതി. ഒരു 20,000-നും 30,000-നും ഇടയിലൊക്കെ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്രെഡിറ്റ് കാർഡ് കിട്ടും. പിന്നെ നിങ്ങളിപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഒരു 25,000 രൂപയൊക്കെ മാസ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ചില ആൾക്കാർ ലോഞ്ച് ആക്സസിന് വേണ്ടിയിട്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് SBIയുടെ പ്രൈം എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് സജസ്റ്റ് ചെയ്യാം. ഇത് സൗജന്യമായിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡല്ല, പക്ഷേ കുറേയധികം ഓഫറുകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും റിവാർഡ് പോയിന്റുകൾ അധിഷ്ഠിതമായിട്ടാണ് നമുക്ക് ബെനിഫിറ്റ്. ഇപ്പം നിങ്ങൾ ഡൈനിങ്, അതുപോലെ ഗ്രോസറി, മൂവീസൊക്കെ കാണാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഫ്യൂവൽ ഒഴികെയുള്ള റീറ്റെയിൽ പർച്ചേസുകൾക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 2 റിവാർഡ് പോയിന്റ് ലഭിക്കും. പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 20 റിവാർഡ് പോയിന്റ് വീതമാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. യാത്ര.com പോലുള്ള സൈറ്റുകളിലൊക്കെ നമുക്കിത് റിഡീം ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7000 രൂപയുടെ ഇത്തരത്തിൽ യാത്ര.comലും മറ്റ് സൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. പിന്നെ നിങ്ങൾ ഓരോ ക്വാർട്ടറിലും 50,000 രൂപ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപയുടെ പിസ്സ ഹട്ടിൻ്റെ ഈ വൗച്ചർ ലഭിക്കും. ഇനി മറ്റൊന്ന് ലോഞ്ച് ആക്സസ് ആണ്. അതായത് ഒരു വർഷത്തിൽ നമുക്ക് 8 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും 4 ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസും ഈ ഒരു കാർഡിൽ കിട്ടും. ഓഫറൊക്കെ അടിപൊളിയായിട്ട് വന്നില്ലേ? ഇനി ഇതിൻ്റെ ആനുവൽ ഫീയും ഇതുപോലെ തന്നെ അടിപൊളിയാണ്. അതായത് 2,999 രൂപ പ്ലസ് GST എന്ന രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ഇതിന് ഫീ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന ഗിഫ്റ്റ് വൗച്ചറും കിട്ടി ലോഞ്ച് ആക്സും ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ എല്ലാവർക്കും വേണ്ടി വരുന്നൊരു കാർഡ് ഞാൻ പറയാം. അതായത് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോളോ അല്ലെങ്കിൽ ഡീസലൊക്കെ ഫില്ല് ചെയ്താൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് കിട്ടാറുണ്ടോ? ഒന്നുമില്ല. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ടും കിട്ടും അല്ലേ? പെട്രോൾ പമ്പിലൊന്നും നമുക്ക് ഡിസ്കൗണ്ടും തരാറൊന്നുമില്ല. എന്നാൽ നമുക്ക് SBIയുടെ BPCL ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതായത് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുകളിൽ പോയിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ 4.25% വാല്യൂ ബാക്ക് കിട്ടും. ഇത് കൂടാതെ നമുക്ക് 13 ഇരട്ടി റിവാർഡ് പോയിന്റും ഇതിനോടൊപ്പം കിട്ടും. അത് ഒരു മാസത്തിൽ 1300 റിവാർഡ് പോയിന്റ് പരമാവധി കിട്ടുക. സാധാരണ നമ്മൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്താൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 2 റിവാർഡ് പോയിന്റാണ് ലഭിക്കുക. അതേസമയം നമ്മൾ ഗ്രോസറി, അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ, മൂവീസ് കാണാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് 5 ഇരട്ടി റിവാർഡ് പോയിന്റ് കിട്ടും. അത് ഒരു മാസത്തിൽ പരമാവധി 5000 റിവാർഡ് പോയിന്റ് അത്തരത്തിലൊന്നും കൂടി ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ക്രെഡിറ്റ് കാർഡിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഫ്യൂവൽ സർചാർജ് വേവർ, അത് ഈ ഒരു ക്രെഡിറ്റ് കാർഡിലും ഉണ്ട്. കാരണം ഫ്യൂവലിൻ്റെയും കൂടി ആണല്ലോ, പിന്നെ ഇല്ലാണ്ടിരിക്കില്ല.
ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് സൗജന്യമല്ല, 499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ നമ്മൾ ആനുവൽ ഫീ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് നമുക്ക് 0 ആയിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2000 റിവാർഡ് പോയിന്റ് കിട്ടും. ഈ 2000 റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് തുല്യമാണ്. അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ അത്തരത്തിൽ അത് സൗജന്യമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു വർഷത്തിൽ നമ്മൾ ഒരു 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ആനുവൽ ഫീ കൊടുക്കേണ്ടതുമില്ല. അതായത് നമുക്ക് എന്തായാലും 50,000 രൂപയുടെ ഒക്കെ ഫ്യൂവൽ അത്യാവശ്യം ഒരു രീതിയിൽ ഓടുന്ന ആളുകളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് 12 മാസം വരുമ്പോൾ ഒരു 3000 രൂപയ്ക്ക് ഫില്ല് ചെയ്താൽ പോലും 36,000 രൂപ ഡയറക്റ്റ് അടക്കുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു കാർഡാണ്, നന്നായിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നവർക്ക്, വാഹനമുള്ളവർക്ക്. SBIയുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ സാധാരണയായിട്ട് അധികം ഡോക്യുമെൻ്റ് ഒന്നും ചോദിക്കാതെ തന്നെ ഒരു അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് സിംപ്ലി ക്ലിക്കും സിംപ്ലി സേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന സിംപ്ലി ക്ലിക്ക് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് അവർ തരാറുള്ളത്. എന്നാൽ നമ്മൾ ബുക്ക് മൈ ഷോ അല്ല അപ്പോളോ ഇങ്ങനെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 രൂപയ്ക്ക് 10 ഇരട്ടി റിവാർഡ് പോയിൻ്റ് അവർ തരും. മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഇരട്ടി റിവാർഡ് പോയിൻ്റാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ കിട്ടാറുള്ളത്. നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഓരോ ലക്ഷം രൂപയുടെയും ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുമ്പോൾ, അതായത് ഇപ്പോൾ 1 ലക്ഷം മൊത്തത്തിൽ ഇതുവരെ ഉപയോഗിച്ചു, 2 ലക്ഷം വരെ ഉപയോഗിച്ചു, അത് ഒരു വർഷത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അത് യാത്ര.comലും ക്ലിയർ ട്രിപ്പിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പല കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്സിനായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് 2500 രൂപ തൊട്ടുള്ള ഏതൊരു എമൗണ്ടും EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും 30 ദിവസത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവറൊക്കെ ഇതിലും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിംപ്ലി ക്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ. ഇത് കൂടുതൽ അവർ ബിഗിനേഴ്സിനൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന വ്യക്തികൾക്കൊക്കെ പെട്ടെന്ന് അപ്രൂവലൊന്നും കിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കാർഡുകളാണ് SBI ഒക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സൗജന്യമല്ല, ഇതിന് 499 പ്ലസ് GST എന്ന രീതിയിൽ നമുക്ക് ആനുവൽ ഫീ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ ആമസോണിൽ നിന്ന് ഒരു 500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫലത്തിൽ 0 ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി 5ാമത്തെ ക്രെഡിറ്റ് കാർഡാണ് സിംപ്ലി സേവ് എന്ന് പറയുന്നത്. വർഷത്തിൽ 1 ലക്ഷം രൂപയെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജോയിനിങ് ഫീ കൊടുത്താൽ പോലും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് SBIയുടെ സിംപ്ലി സേവ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഡൈനിങ് അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു, മൂവി ടിക്കറ്റുകൾ, പിന്നെ നമ്മൾ ഏതെങ്കിലും ഗ്രോസറി ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ്, ഇങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 150 രൂപയ്ക്ക് നമുക്ക് 10 ഇരട്ടി റിവാർഡ് പോയിൻ്റാണ് തരുന്നത്. സാധാരണയുള്ള മറ്റു പർച്ചേസുകൾക്കൊക്കെ ഇവർ 150 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് തരുന്നത്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവറൊക്കെ ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ്. നമുക്ക് കാർഡ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ നമ്മൾ 2000 രൂപയുടെയെങ്കിലും പർച്ചേസ് നടത്തുകയാണെങ്കിൽ നമുക്ക് 2000 റിവാർഡ് പോയിന്റ് ഒരു ബോണസ് ആയിട്ട് തരും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓഫറുകൾ. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഞാൻ പറഞ്ഞാൽ സൗജന്യമല്ല, അതായത് 499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. പക്ഷേ എങ്ങനെ നമ്മൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ആനുവൽ ഫീ കൊടുക്കേണ്ടതില്ല. അപ്പോൾ എന്തായാലും ഒരു അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം സൗജന്യമായിട്ട് തന്നെ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പലരുടെയും സംശയമാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആനുവൽ ഫീ കൊടുക്കേണ്ടതുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു കാര്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിലും 1 രൂപ പോലും സ്പെൻഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ആനുവൽ ഫീ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അവർ പറയുന്ന രീതിയിൽ നല്ല ട്രാൻസാക്ഷൻ നടത്തുകയാണ്, ഇപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു ആനുവൽ ഫീ അവർ പിന്നത്തെ ബില്ല് കുറച്ച് തരികയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ആധാറുമായിട്ടും പാനുമായിട്ടും ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോറൊക്കെ അവർക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ, നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് SBIയുടെ 5 ക്രെഡിറ്റ് കാർഡുകളാണ്. ഈ 5 ക്രെഡിറ്റ് കാർഡുകളിൽ ആദ്യത്തേത് SBI ക്യാഷ് ബാക്ക് ആണ് ഏറ്റവും ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ പ്രൈം ഒക്കെ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ തന്നെ ഒരു നിസ്സാര ഓഫറുകൾ, ബിഗിനേഴ്സിന് പറ്റിയ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമാണ്. എന്തായാലും നിങ്ങളുടെ യോഗ്യതയൊക്കെ അനുസരിച്ച്, അതായത് സിബിൽ സ്കോർ ഒരു 720 ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു അത്യാവശ്യം 20,000-നും 30,000-നും ഇടയിലൊക്കെ സാലറി ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ക്രെഡിറ്റ് കാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് രീതിയിൽ ബില്ലിംഗ് ഡേറ്റും ഡ്യൂ ഡേറ്റും ഒക്കെ നോക്കി തന്നെ ഉപയോഗിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.